ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്ന രേണുസുധിയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രേണുസുധി അനുമോളെക്കുറിച്ചിട്ടും അനീഷിനെക്കുറിച്ചും എന്തൊക്കെ പറയുന്നു എന്നും പറയുന്നുണ്ട്. രേണുസുധിയുടെ കല്യാണത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്നര സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തുക കേട്ടോ. രേണുസുധിയെ കണ്ടു പഠിക്കണം. നമ്മുടെ ഫസ്റ്റ് കിട്ടിയ അനുമോൾ വരെ രേണുസുധിയെ കണ്ടുപിടിക്കണം. കാരണം അത്രയും അന്തസ്സുള്ള ഒരു സ്ത്രീയാണ് രേണുസുധി. അപ്പോൾ രേണുസുധിയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ റീ എൻട്രിക്ക് ശേഷം രേണുസുധി വളരെ കൂളായിട്ടാണ് ചെന്നത് എന്ന് പറയുന്നത്. റീ എൻട്രിക്ക് അപ്പോൾ രേണുസുധി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് വഴക്ക് പിടിക്കാൻ പറ്റില്ല, എനിക്ക് അപ്പം കഴിഞ്ഞത് അപ്പം കഴിഞ്ഞു. പിന്നെ മസ്താനിയെ പോലും ഞാൻ ഓടിച്ചെന്ന് കെട്ടുപിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ബാക്കിയുള്ളവർ വഴക്കുണ്ടാക്കി, അവർക്ക് പല കാരണങ്ങളുണ്ട് കേട്ടോ. അവരെയും കുറ്റം പറയുന്നില്ല കേട്ടോ രേണുസുധി. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. മറ്റുള്ളവർക്ക് അവരുടെ ചോദിക്കാനുള്ള അവസരം കിട്ടി, ആ അവസരം അവർ വിനിയോഗിച്ചു, അതവർ വിട്ടുകളഞ്ഞില്ല. വേറൊരു ദിവസം അവരോട് ചോദിക്കും, നിങ്ങൾക്കൊരു അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുകളഞ്ഞു ചോദിക്കില്ലേ? അത് തെറ്റല്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ ആവശ്യകതയില്ല. സത്യത്തിൽ രേണുസുധിക്കും ഇതുപോലെ അനുമോൾ റോസ്റ്റ് ചെയ്യാമായിരുന്നു. രേണുസുധിയെ കുളിക്കില്ല, നനയ്ക്കില്ല, വൃത്തിയില്ല, കക്കൂസി പോവില്ല, അതുപോലെ തന്നെ തല കഴുകില്ല, തലയിൽ നിറച്ച് പേനാണ് എന്നൊക്കെ പറഞ്ഞ് രേണുസുധിയെ അധിക്ഷേപിച്ചൊരു വ്യക്തിയാണ് അനുമോൾ. പിന്നെ നമ്മുടെ മസ്താനി രേണുസുധിയെ നന്നായി അധിക്ഷേപിച്ച വ്യക്തിയാണ്. ഈ രണ്ട് വ്യക്തികളെയും വേണമെങ്കിൽ രേണുസുധിക്ക് പൊതിക്കാമായിരുന്നു, പക്ഷേ രേണുസുധി ചെയ്തില്ല. അപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ രേണുസുധിയുടെ ഒരു അന്തസ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ രേണുസുധി അതിന് തെറ്റൊന്നും പറയുന്നില്ല. ചേച്ചി നല്ല ബിസിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? നേരത്തെയും ബിസി ആയിരുന്നു മോളെ, പക്ഷേ അവിടെ എവിടെയോ എന്തൊക്കെയോ തകരാറുണ്ടായിരുന്നു. കാരണം നമ്മുടെ അലൻ ജോസ് പെരാരയുടെ പോലത്തെ ഈ അയാളുടെ പോലത്തെ ആൽബത്തിലൊക്കെ ആണെങ്കിലും അഭിനയിക്കുന്നുണ്ടായിരുന്നേ, വളരെ പേയ്മെൻറ്റ് തുച്ഛം അതിലൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ ബിസി തന്നെയായിരുന്നു. പക്ഷേ എന്തുണ്ടായിരുന്നില്ല, ആൾക്ക് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയണേ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഞാൻ കംപ്ലീറ്റ് സെലിബ്രിറ്റി ആയി എന്ന് പറയുന്നുണ്ട്. നേരത്തെ സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന് മാത്രമാണ് എനിക്ക് ഒരു ലാബിലുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ബിഗ് ബോസ് രേണുസുധി എന്നാണ് എനിക്ക് പേര് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ വൈഫ് തന്നെയാണ് കേട്ടോ എന്നും കൂടി പറയുന്നുണ്ട്. ആര് വിന്നറാകുമെന്നായിരുന്നു ചേച്ചി വിചാരിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് അനീഷാണ് കേട്ടോ. എനിക്ക് അനുമോൾ ആയതുകൊണ്ട് സൂപ്പർ തന്നെയാണ്. പക്ഷേ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ. പലരും വിചാരിക്കുക. എനിക്ക് അനീഷാവണമെന്ന് ആഗ്രഹിച്ചു. പിന്നെന്താണ്, പലരും പറയുന്നു അർഹിക്കാത്തതാണ് എന്ന്. പക്ഷെ ഞാൻ പറയില്ല, അനുമോൾക്ക് കിട്ടിയത് അർഹിക്കുന്നത് തന്നെയാണ്. എൻ്റെ മനസ്സിലെ ഇഷ്ടം അനീഷിനാണ് എന്ന് മാത്രം എന്ന് പറയുന്നുണ്ട്. അനുമോളെക്കുറിച്ച് ഒരു ബാഡായിട്ട് ഒരു കാര്യം പോലും ആ സ്ത്രീ പറയുന്നില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കേട്ടോ. ഇനി എല്ലാവർക്കും പ്രചോദനം ആകുന്നുണ്ട് ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ എന്ത് മെസ്സേജാണ് ചേച്ചിക്ക് അതിൽ നിന്ന് കൊടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്ത് വന്നാലും നമ്മൾ പതറരുത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് ഞാൻ ഉയർന്നു വന്നത്, അല്ലാതെ എനിക്കൊരു പെട്ടെന്ന് ഞാൻ ഒരു രേണുസുധിയായിട്ട് വാർത്തെടുത്തതല്ല. എൻ്റെ എക്സ്പീരിയൻസ് ചെറുതായി വലിയ എക്സ്പീരിയൻസ് വന്ന് എനിക്ക് താങ്ങാൻ വേണ്ടി 100 പേരില്ലെങ്കിലും 2 പേരുണ്ടായാൽ മതി. 100 പേരെ കുറ്റം പറയുകയാണെങ്കിലും 2 പേരെന്നെ താങ്ങാൻ മതി എന്നൊക്കെ രേണുസുധി പറയുന്നുണ്ട്. അതുപോലെ പ്ലാച്ചി എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് ആണോ ചേച്ചി എന്ന് പറയുമ്പോൾ അപ്പോഴും രേണുസുധി പറയുന്ന ആൻസർ എന്താണെന്നറിയോ? ഞാൻ പ്ലാച്ചിയെ കൊഞ്ചിച്ചിട്ടില്ല, ബാക്കി ഒരു ബന്ധവും ആ പ്ലാച്ചിയായിട്ട് എനിക്കില്ല. പക്ഷേ എന്നോട് പാവയെക്കുറിച്ച് ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഞാൻ വെറുതെ തലയാട്ടും. അതെന്തോ ബ്ലാക്ക് മാജിക് ആണെന്നോ എന്തോ കൂടോത്രമാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. അതിന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം എവിക്റ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ അനുമോൾ ജയിച്ചത് ആ പ്ലാച്ചി മുഖാന്തരമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്നൊക്കെയാണ് അപ്പോഴും അനുമോളെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ഞാൻ ഒരു വട്ടം തൊട്ടിട്ടുണ്ട് പ്ലാച്ചീനെ, അതുകൊണ്ടാവും ഇനിയിപ്പോൾ ഞാൻ എവിക്റ്റ് ആയത്, ലാലേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അത് വെറുതെ പറയുന്നതാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്വാമി പ്ലാച്ചിയിൽ എന്തോ വിഷ്ണുമായനെ വെച്ചിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്, വിഷ്ണുമായ കൂടോത്രമല്ല കേട്ടോ, കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വാമി വന്നിരുന്നു. ആ സ്വാമിയുടെ ഇൻ്റർവ്യൂ ഈ രേണുസുധിക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ പ്ലാച്ചി, മുകളിൽ നിന്നൊരു പ്ലാച്ചി ഇങ്ങനെ രേണുസുധിയുടെ അടുത്ത് ഇങ്ങനെ വരും. രേണുസുധി ഇത് കാണുന്നില്ല കേട്ടോ. അങ്ങനെ അടുത്തേക്ക് വന്ന വ്യക്തി രേണുസുധി
പൊട്ടിത്തെറിച്ച് ചാടി എണീക്കുന്നുണ്ട്, കൈ എവിടെ തട്ടി, കൈ മുറിയുന്നുണ്ട്. രേണുസുതിക്ക് ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുക, എന്ത് പണിയാണ് ചെയ്ത്, എൻ്റെ കൈ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കൂളാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പ്ലാച്ചീനെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്, ചേച്ചി ഇതിനെ പിടിച്ചോ എന്നിട്ട്. അപ്പോൾ പറയുന്നുണ്ട് അയ്യോ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരു പേടിയുള്ള പോലെ അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പ്ലാച്ചിനെ മടിയിൽ വെച്ച് ഈ ഇൻ്റർവ്യൂ കഴിയണ വരെ ചേച്ചി പ്ലാച്ചിനെ മടിയിൽ വെക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മടിയിൽ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ആദില, നൂറ, നെവിൻ, ബിൻസി, സരിക, KP ഇവരൊക്കെയാണ് എനിക്ക് മിസ്സാക്കുന്നത്, അവരൊക്കെ വിളിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷേട്ടനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അനീഷേട്ടനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, നല്ല മനുഷ്യനാണ് അനീഷേട്ടൻ. സംസാരം എന്തൊരു എളിമയാണെന്നോ. പിന്നെ കരുതിയിരുന്നു, പക്ഷേ ആയില്ല, എന്ത് ചെയ്യാനാണ്. നല്ല ഇഷ്ടമാണ് എനിക്ക് അനീഷിനെ, ഞാൻ വിളിച്ചിരുന്നു അനീഷിനെ, പക്ഷെ കിട്ടിയില്ല, ആൾ ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നിന്നിരുന്നെങ്കിൽ ചേച്ചി ഫൈനൽ 5 എത്തുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, രേണുസുതി നിൽക്കുകയായിരുന്നെങ്കിൽ ഫൈനൽ 5 എത്തുമായിരുന്നു എന്നുവെച്ചാൽ അത്രയധികം വോട്ട് രേണുസുതിക്കുണ്ട്. ഇനി നിൽക്കും തോറും വോട്ട് കൂടുകയുള്ളൂ, കാരണം ആൾ പോസിറ്റീവായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിൽക്കും തോറും ആളുടെ ക്യാരക്ടർ ഒന്നും കൂടി മിനുക്കി വരുമ്പോൾ ആരെയും കുറ്റം പറയാത്ത ക്യാരക്ടർ, ഒന്നിനോടും തല്ല് പിടിക്കാത്ത ക്യാരക്ടർ, ഭക്ഷണത്തിനോടും ആർത്തി കാണിക്കാത്തൊരു ക്യാരക്ടർ, മറ്റുള്ളവരെ കുറ്റം പറയാതെ സ്വന്തം കാര്യത്തിൽ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ സാബുമാനൊക്കെ എങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത്? അപ്പോൾ സാബുമാനേക്കാളും നല്ലതല്ലേ നമ്മുടെ രേണുസുതി. അപ്പോൾ എന്തായാലും ഫൈനൽ 5 എത്തുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ രേണുസുതി പറയുന്നത് മസ്താനി വിചാരിച്ച ആളല്ല ഞാൻ, രേണുസുതി ഞാൻ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്, അല്ലാണ്ട് ഈ രേണുസുതി ഒരിക്കലും മസ്താനി വിചാരിച്ച ആളല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ടോപ്പ് 5 ഭയങ്കര തിരക്കിലാണ് ഇപ്പോൾ ഞാനിന്ന് രേണുസുതി പറഞ്ഞിടുന്നുണ്ട് കേട്ടോ. ശരി തന്നെയാണ്, ടോപ്പ് 5 ഒരുപാട് ഇൻ്റർനാഷണൽ പ്രോഗ്രാംസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തീരെ നിൽക്കാനിരിക്കാനും നേരമില്ല, എനിക്ക് ഉറങ്ങാൻ നേരം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രേണുസുതിയുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. എനിക്ക് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട്, ഒരാളെ ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ നന്നായി മനസ്സിലാക്കണം എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കളെ നന്നായി നോക്കണം, എന്നിട്ട് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് പെൻഡിങ്ങിലിട്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ സുധിച്ചേട്ടനെയും കൂടി അംഗീകരിക്കണം, പെൻഡിങ്ങിലിട്ടിരിക്കുകയാണ്. കുറച്ച് കാലം കഴിഞ്ഞ് കല്യാണം ഉണ്ടാവും എന്ന് രേണുസുതി പറയുന്നുണ്ട്. ആ പറയുന്ന വോയിസ് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതില് എന്തായാലും അല്ലെങ്കിൽ നിൽപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്റെ മക്കളെ എന്തായിരുന്നു അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ കല്യാണം. പിന്നെ ഇപ്പം കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അവരൊരു ഇഷ്ടം വന്ന് പറഞ്ഞു, നമുക്ക് നോക്കാം. രേണുസുതി ഇതാണ് പറഞ്ഞിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് രേണുസുതി നല്ലൊരാളെ നല്ലൊരാൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്, രേണുസുതി പെൻഡിങ്ങിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് പഠിച്ചതിന് ശേഷം വീണ്ടും വെറ്റിൽ വീണിട്ട് വീണ്ടും കയറാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ അയാളെ പഠിക്കാനിട്ടിരിക്കുകയാണ്. അയാൾ പഠിച്ചു കഴിഞ്ഞാൽ